ഞാനും ബബുക്കുട്ടി റെഡി. ദേ ബബുവിന്റെ ഫ്രണ്ട്സും എത്തി കേട്ടോ. ഇവര് മൂന്നുപേരും കൂടി ഓടുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന മൂന്നാമത്തെ പയ്യൻസില്ലേ, അവന്റെ വീട്ടിലേക്കാണേ. ഇവര് തിക് ഫ്രണ്ട്സ് ആണ് കേട്ടോ. അവരുടെ വീട്ടില് ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് കാരൽ വരുന്നുണ്ട് ചോദിച്ചിന്ന്. അയ്യോ പറയാൻ പറഞ്ഞു, ഇത് ഡെൽറ്റ. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. റീസെന്റ് ബെസ്റ്റ് ഫ്രണ്ട് ആയ ഒരാള്. എന്താന്ന് വെച്ചാ ബബുക്കുട്ടി വഴിയാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സും കേട്ടോ. വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഇവള് എന്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട്. അതേ പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടാണേ. അവളുടെ വീട്ടിൽ എന്തിറന്നാലും ഞാൻ അറിയും, എന്റെ വീട്ടിൽ എന്തിറന്നാലും അവളും അറിയും. അപ്പോൾ അവരുടെ വീട്ടിൽ ക്രിസ്മസ് കാരലോ എന്ന കാര്യം എന്നെ വിളിച്ചൊന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ കയ്യും കാലം പിടിക്കലായി, എനിക്ക് വരണം, എനിക്ക് കാണണം. അങ്ങനെ എന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്നാ പിന്നെ താനും പോരെ എന്ന് പറഞ്ഞു. ആ ഒരു വിളിക്കായിട്ട് കാതോർത്തിരിക്കുകയായിരുന്നു ഞാൻ. പറഞ്ഞ നേരം കൊണ്ട് റെഡും ഇട്ട് ഞാൻ ദേ എത്തി കേട്ടോ. ദേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീട് മൊത്തം മാറി, എല്ലാ സാധനങ്ങളും മാറി. അവിടെ മൊത്തം ക്രിസ്മസ് തീമിലുള്ള ഐറ്റംസ് ആയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഷോപ്പിംഗ് മോളിൽ മാത്രമാണ് ഇത്രയും ക്രിസ്മസ് ഡെക്കോസ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇഷ്ടം പോലെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആള് പ്രഗ്നന്റ് കൂടി ആയത് കാരണം കുറച്ച് മാത്രമേ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ഇഷ്ടം പോലെ പേരാണ് കേട്ടോ ചേർച്ചിൽ നിന്ന് എത്തിയത്. പിന്നീട് അങ്ങോട്ട് ഞാൻ പെട്ടെന്ന് നാട്ടിലെത്തിയ ഒരു വൈബായിരുന്നു കേട്ടോ. ഫുൾ ക്രിസ്മസ് പാട്ടും ബഹളവും, കുട്ടികളാണെങ്കിലും ഭയങ്കര സന്തോഷം. എൻ്റെ കൊച്ച് ആദ്യമായിട്ടാണോ ക്രിസ്മസ് കാരലും ഇതൊക്കെ കാണുന്നത്. ഡാൻസും പാട്ടും പിന്നെ പ്രയറും എല്ലാം കൂടി അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഈശ്വര ഭഗവാനെ അടുത്ത വർഷം ഇവരെന്നെ വിളിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ റീൽ ഇവിടെ അവസാനിപ്പിക്കുന്നു.